അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു CA റിലേറ്റഡ് വീഡിയോ ആണ്. അതിനോട് രണ്ടാമത് വെച്ചിരുന്ന കാര്യമാണ് സ്റ്റഡി ടിപ്സിന്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണിത്. കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ അത് ഇന്ന പോർഷൻസ് ആണുള്ളത്. എക്സാമോളിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല. ആ 3 മണിക്കൂർ നിങ്ങൾ എന്ത് ഔട്ട്പുട്ട് കൊടുക്കുന്നുള്ളതാണ് കാര്യം. അത് ഞാൻ യൂസ് ചെയ്ത് സക്സസ് ആയ ടിപ്സുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മിസ്റ്റേക്ക് വരുത്തിയാൽ മാത്രമേ തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അല്ലാതെ നമുക്ക് ഫുൾ ബുക്ക് നോക്കി റിവൈസ് ചെയ്യുന്ന ഇന്നെങ്കിലും തീരത്തില്ല, എക്സാം ആയാലും തീരത്തില്ല. മിക്കപ്പോഴും നമ്മുടെ CA എക്സാമിന് കിട്ടാത്തൊരു സംഭവമാണ് ടൈം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണല്ലോ കാര്യം. അപ്പൊ എനിക്കിത് യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തൊരു ട്രിക്കാണ്. അപ്പൊ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഇല്ലസ്ട്രേഷൻസും രണ്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു CA റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി എൻ്റെ റിസൾട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് ഒരു Q&A പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസിനൊക്കെ നല്ല രീതിയിൽ റീച്ചിങ് കിട്ടി, ഒരുപാട് റെസ്പോൺസും കിട്ടി. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് ഒരുപാട് പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെസ്പോണ്ട് ചെയ്ത് ആ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരു ഹ്യൂജ് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ കുറേ പേര് ചോദിച്ചിരുന്ന 2 വീഡിയോ റിക്വസ്റ്റ് ആണ്. ഒന്ന് എൻ്റെ സ്റ്റഡി വ്ളോഗ് ചെയ്യുമെന്നുള്ളതും, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ടിപ്സ് ചെയ്യുമെന്നുള്ളതും. അപ്പോൾ സ്റ്റഡി വ്ളോഗ് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും ആ ഒരു വ്ളോഗ്. അതിൻ്റെ കൂടെ രണ്ടാമത് വെച്ചിരുന്ന കാര്യമാണ് സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണിത്. അപ്പോൾ CA പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ബാക്കി എന്ത് കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും. പക്ഷേ CA പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. നിങ്ങളിനി എന്ത് സബ്ജക്റ്റാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ ആദ്യം ഈ കോൺസെപ്റ്റിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇത്ര നാൾ ശീലിച്ച് വന്ന രീതി അതല്ലല്ലോ, എല്ലാം കാണാതെ പഠിക്കുന്ന ഒരു രീതിയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോഴത്തേക്കും അവിടെ സക്സീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിപ്പോൾ അക്കൗണ്ടൻസി ആണെന്നുണ്ടെങ്കിലും അതേപോലെ ലോ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അക്കൗണ്ടൻസി, ലോ, അതേപോലെ ടാക്സേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനകത്തും കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തിയറി പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്യുവർ തിയറി അല്ല ചോദിക്കുന്നത്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക നിങ്ങളോട് തന്നെ. നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കാൻ നേരത്ത് അത് വായിക്കുമ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇതെന്താ ഈ സംഭവം ഇങ്ങനെ വന്നത്, ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കാതെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അതല്ലാതെ ഇപ്പം നമ്മളൊരു സംഭവം പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പം നമുക്ക് ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലായില്ല, അപ്പം നമ്മൾ കുറേ 2-3 തന്നെ വായിച്ചിട്ട് മനസ്സിലായില്ല, അതിനിപ്പോൾ പോട്ടെ, അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലായിരിക്കും. ഒരു പാരഗ്രാഫ് കൊണ്ട് ഇപ്പോൾ എന്താവാനെന്നുള്ള വിചാരിച്ച് നിങ്ങളത് കളയുകയേ ചെയ്യരുത്. അതിന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആരുടെങ്കിലും ഒരാളുടെ ഹെൽപ്പ് നിങ്ങൾ ചോദിക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും വേർഡാണ് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റിൽ മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ് നിങ്ങൾ ഉടനെ തന്നെ ഗൂഗിളിലോ ഡിക്ഷണറിയിലോ എവിടെയെങ്കിലും പോയി തപ്പി കണ്ടുപിടിച്ച് ആ ഒരു കോൺടെക്സ്റ്റിൽ ആ വേർഡിൻ്റെ മീനിങ് നോക്കി മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എക്സാമിന് എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സംഭവം മനസ്സിലായിട്ടേ അടുത്തതിനകത്തോട്ട് പോകാവുള്ളൂ. അത് മനസ്സിലാവാതെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അടുത്ത ഒരു പോർഷനിലോട്ട് പോവുക ചെയ്യരുത്. നിങ്ങൾക്ക് ഇത്ര അറ്റൻഡിൽ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, നമുക്ക് ഇത് വേറൊരാൾക്ക് നാളെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ കോൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ. എങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ്ലി മനസ്സിലായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പ്. എൻ്റെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ബേസിൽ നോട്ട്സ് ഉണ്ടാക്കുക. അതായത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോഴുള്ള കാര്യമാണല്ലോ ഞാൻ പറയുന്നത്, ഇതേപോലെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യം. പക്ഷേ നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഇത് വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്കിരുന്ന, കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, വീണ്ടും നമുക്ക് മറവിയൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ, നമുക്ക് അത്രയും പോർഷൻസ് ഒന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കുമ്പം ഇത് ആദ്യമായിട്ട് കണ്ട പോലെ തോന്നരുത്. അതായത് ഫുള്ള് നമ്മളിരുന്ന് ഇനി വീണ്ടും ഒന്നുകൂടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വോയിസ് നോട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എക്സാമിന് തലേ ദിവസം നമുക്കൊരു ട്യൂട്ടർ ഇരുന്ന് പറഞ്ഞു തരുന്നത് പോലെ തന്നെ നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് ഇത് ഇന്ന തന്നെയൊക്കെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അതായത് ഇപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇന്ന പോർഷൻസ് ആണുള്ളത്. അപ്പോൾ ആ പോർഷൻസിനകത്ത് ഇന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ചാപ്റ്ററിൽ ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ അല്ലെങ്കിൽ ട്രിക്കി പോയിന്റ് ആണ്, ഇത് മറന്നു പോകാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർക്കണം എന്നൊക്കെ ഞാൻ തന്നെ എന്നോട് പറയുന്ന രീതിയിൽ ഷോർട്ടായിട്ടൊരു ഓഡിയോ
പ്രിപ്പയർ ചെയ്യും, ഒരു വോയിസ് നോട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പം അത് ആ ഒരു ചാപ്റ്ററിന്റെ എല്ലാ കോൺസെപ്റ്റ്സും അതിൽ വരികയും ചെയ്യണം. എന്നാൽ ഒരുപാട് വലിച്ചു നീട്ടി അതിനെ ഒരുപാട് ലെങ്തി ആക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്കിത് നാളെ ഒരു വട്ടം കേൾക്കുമ്പം ഉറക്കം വരാൻ പാടില്ല. അതായത് ഭയങ്കര എനർജിയിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ കറക്റ്റായിട്ട് വേണം അതിൽ പറയാനായിട്ട്. കാരണം പിന്നെ നമ്മളിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ എണ്ണിട്ടിരുന്നായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കാൻ പാടില്ല. അപ്പം നമ്മൾ തന്നെ എൻഗേജിങ് ആയിട്ട് വേണം ആ ഒരു ഓഡിയോ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഓഡിയോസിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വായിച്ച് നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്കൊരാൾ പറഞ്ഞു തരുന്ന പോലെയല്ല, ഇപ്പോൾ പെട്ടെന്ന് നമ്മളെ ഇപ്പോൾ ക്ലാസ് കേൾക്കുന്ന പോലെയാണ് നമുക്കുള്ളിലോട്ട് അത് കയറും. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തൊരു ട്രിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, വോയിസ് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ കൂടെ ഇനി എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഷോർട്ട് ഫോംസോ അങ്ങനെ കോഡുകളോ അങ്ങനെയുള്ള ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആ ഒരു നോട്ട്സും കൂടെ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം ജസ്റ്റ് ഈ ഓഡിയോ നിങ്ങൾക്ക് പോകുന്ന വഴിക്ക്, ഇപ്പോൾ ബസ്സിലൊക്കെയാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന വഴിക്കൊന്ന് കേട്ട് നോക്കിയാലും മതി. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആയി കിട്ടും. നിങ്ങൾ അതിന് വേണ്ടി പ്രത്യേക സമയം ഒരു ബുക്ക് എടുത്ത് മറിച്ച് സമയം കളയേണ്ട ആവശ്യം വരത്തില്ല. സോ അതൊരു നല്ലൊരു ടിപ്പാണ്, നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പാണ്, നിങ്ങൾ ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. പക്ഷെ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു മെറ്റീരിയലിലുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഇല്ലസ്ട്രേഷൻസും രണ്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാരണം അത് ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ അത് വിട്ട് കളയാൻ പാടില്ല. ഞാനും അങ്ങനെ ആയിരുന്നു വിചാരിച്ചില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, ബാക്കിയുള്ളതായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്ന ഒരു ബേസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് എന്താണെങ്കിലും നമ്മൾ ICAയുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിങ്ങൾ എന്താണെങ്കിലും ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കണം. അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നല്ല ഉറപ്പായിട്ടേ പോകാവുള്ളൂ. അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ അതിനൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് ഇന്ന ചാപ്റ്ററിലെ ഇന്ന ഇല്ലസ്ട്രേഷൻ നമ്മൾ ചെയ്തു, അതിനകത്ത് ഈ പറയാൻ പോകുന്ന ഇല്ലസ്ട്രേഷൻ കുറച്ച് ട്രിക്കി ആയിരുന്നു, അതിന് ഇന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ ട്രിക്കി ആയിരുന്നത്, അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് എക്സാമിന് മുമ്പ് ഒന്നുകൂടെ നോക്കിയേക്കണം എന്ന് നമുക്കൊരു ഉറപ്പ് വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ അവിടെ ചെയ്തിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഇതിനകത്ത് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇവിടെ സൈഡിൽ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെയാണ് ഞാൻ ക്വസ്റ്റ്യൻസിന്റെ മാർക്കിംഗ് കൊടുത്തിരുന്നത്. അപ്പം ഇല്ലസ്ട്രേഷൻസ് ആൻഡ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ AS ഫുൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ടിക്ക് ചെയ്തിരിക്കുന്നത് ഓരോ ഇല്ലസ്ട്രേഷൻസിന്റെ നമ്പറാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ ഒരു ചില കോളംസിൽ കുറച്ച് കളർ വ്യത്യാസം കൊടുത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്. അപ്പം എക്സാമിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു തലേ ദിവസം കിട്ടുമ്പോൾ നമുക്ക് ഈ എല്ലാ ഇല്ലസ്ട്രേഷനും നോക്കണ്ടായിരുന്നു. കാരണം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. അതായത് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നത്. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചെയ്തപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്ന ആ ഒരു കോളത്തിൽ കുറച്ചുകൂടി ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം നമ്മൾ എക്സാമിന് തലേ ദിവസം നോക്കിയാൽ മതി. കാരണം അതിന് എന്തെങ്കിലും ട്രിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുള്ളതായിരിക്കും. അപ്പം എക്സാമിന് തൊട്ടുമുമ്പ് നോക്കുമ്പം അത് കുറച്ചും കൂടെ നമുക്കൊരു ബെനിഫിറ്റ് ചെയ്യും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എക്സാമിന് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണല്ലോ കാര്യം. അപ്പോൾ ആ സമയത്ത് ഇത് ഓർമ്മ വന്നിട്ടില്ലേ കാര്യമുള്ളൂ. നമ്മൾ ഫുള്ള് പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എക്സാമിന് ഇത് ഓർമ്മ വരണമെങ്കിൽ ചെയ്യേണ്ട കുറച്ച് ട്രിക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ട് മാർക്ക് ചെയ്തിടണം. അത് ഉറപ്പായിട്ടും എക്സാമിൻ്റെ തലേന്ന് നോക്കണം. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് നോക്കി തീർക്കാൻ പറ്റത്തില്ല, പക്ഷെ ഉറപ്പായിട്ട് നോക്കി തീർക്കാൻ പറ്റും. കാരണം ഇത്രയും ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒരു ചാപ്റ്ററിന് 1, 2, 3 കാണത്തുള്ളൂ. അതെന്താണെങ്കിലും നമുക്ക് എക്സാമിൻ്റെ തലേദിവസം നോക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് ആദ്യത്തെ വട്ടം നോക്കുമ്പോഴേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്ന അടുത്ത ഒരു ട്രിക്കാണ് അല്ലെങ്കിൽ ഒരു ടിപ്പാണ്. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഞാൻ ടാബ് യൂസ് ചെയ്തിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്തൊരു കാര്യമാണ്, ആ ഒരു ചാപ്റ്റർ ഒരു നോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആ നോട്ടിലോട്ട് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് അതിനകത്ത് തന്നെ ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്തു ഓരോ പോർഷൻസ്. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓരോ പോർഷൻസിൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എക്സാമിന് തൊട്ടുമ്പോൾ ഒന്ന് വായിച്ചാൽ മാത്രം മതി. അപ്പം ആ ഒരു ഹൈലൈറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ആദ്യമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് കണ്ണിലോട്ട് വരുന്നത്. അപ്പം നമുക്ക് എക്സാമിന് പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും കൂടെ പറ്റും. അപ്പം ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഓരോ നോട്ട്സ് ആയിട്ട് തിരിക്കുമ്പം വോയിസ് നോട്ട്, അതായത് നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പിന്നെ നമുക്ക് എക്സാമിൻ്റെ തലേദിവസം നോക്കാനുള്ളത് ആകെപ്പാടെ അതിൻ്റെ വോയിസ് നോട്ട്സ്, പിന്നെ ഇതേപോലെ ഇല്ലസ്ട്രേഷൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുന്നതിൻ്റെ നോട്ട്സ്, ഇത്രയും നമുക്ക് ആ ഒരു ചാപ്റ്റർ ബേസ് നോക്കാൻ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഫുള്ള് പിന്നിരുന്ന് വായിച്ച് നോക്കി ചെയ്യേണ്ടി വരുത്തതേ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ നോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റഡി കംപ്ലീറ്റ് ആയി. അതായത് നമ്മുടെ ആ ഒരു ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആയി, ഇല്ലസ്ട്രേഷൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ ക്ലിയർ ആയി. അതിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ടും കൂടെ ചെയ്ത് വെച്ച് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചതോടെ നമ്മുടെ ബുക്ക് മെറ്റീരിയൽ, അതായത് നമ്മുടെ ICAയുടെ മെറ്റീരിയൽ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു.
എന്നിട്ടാണ് നമ്മൾ എക്സാമിന് പോകാൻ പോകുന്നത്. ഓക്കെ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എല്ലാ കോൺസെപ്റ്റും കറക്റ്റായിട്ട് മനസ്സിലായി, ട്രിക്കി ക്വസ്റ്റൻസും ഒക്കെ മനസ്സിലായി. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിലോട്ട് പോകുള്ളൂ, RTPs, MTPs, അതേപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് പോകാവുള്ളൂ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ ഈ ബുക്ക് മാറ്റി വെച്ച് നമ്മളായിട്ട് തന്നെ ആ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ RTPയുടെ MTPയുടെ ഒക്കെ ക്വസ്റ്റ്യനും ആൻസറും കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് ആൻസർ നമ്മുടെ ശരിയാവുന്നുണ്ടോ എന്ന് ഇങ്ങനെ ആൻസർ നോക്കി ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കാര്യമില്ല. ഫുള്ള് നമ്മൾ ചെയ്ത് തീർന്നതിന് ശേഷം വേണം അത് കമ്പയർ ചെയ്യാൻ. അപ്പോഴേ നമുക്ക് വരുന്ന മിസ്റ്റേക്സ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു സൈഡിൽ നമ്മൾ ആൻസർ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ആൻസർ അതുമായിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു കംപ്ലീറ്റ് ലെവലിൽ എത്താൻ പറ്റത്തില്ല. കാരണം നമ്മളെപ്പോഴും നമ്മുടെ മിസ്റ്റേക്ക് ഉടനെ വരുന്നതിന് തൊട്ട് നമ്മൾ നോക്കും ഇത് തന്നെയായിരുന്നോ, അപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരുത്തത്തില്ല. മിസ്റ്റേക്ക് വരുത്തിയാൽ മാത്രമേ തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ RTPs, MTPs ഒക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ നേരം നിങ്ങൾ ഈ ബുക്ക് മാറ്റി വെച്ചിട്ട് അത് മാത്രമായിട്ട് ചെയ്തിട്ട് പിന്നെ വേണം നിങ്ങൾ ആൻസേഴ്സുമായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, എല്ലാം നമുക്ക് നോക്കാൻ പറ്റില്ലെങ്കിലും ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷത്തെയോ അത്രയെങ്കിലും നമ്മൾ മിനിമം ഒന്ന് നോക്കിയിരിക്കണം. RTPs ഈ വർഷത്തെ RTP എന്നൊക്കെ ചോദിക്കുമോ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനെ ചോദിച്ച സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണെങ്കിലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് വർക്ക് ബുക്സ് കിട്ടും. അതായത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും വർക്ക് ബുക്സ് കിട്ടും. അപ്പം നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നുന്ന, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന, നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് മിക്കവാറും ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ RTP, MTP, പിന്നെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്, ഈ പറഞ്ഞ ഇല്ലസ്ട്രേഷൻസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കമ്പൈൽ ചെയ്തിട്ടുള്ള ബുക്കായിരിക്കും. നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ, നല്ല ബുക്സ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിലെ ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം നമുക്ക് കോൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലാരിറ്റി ആയി, നമ്മൾ ICAയുടെ മെറ്റീരിയൽ ഫുള്ള് കവർ ചെയ്തു, പ്ലസ് RTPസും MTPയും എല്ലാം നമ്മൾ കവർ ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു വർക്ക് ബുക്കും കവർ ചെയ്ത് ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു രീതിയിലുള്ള സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല. ഇത്രയും കാലം നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ റിവിഷൻ ചെയ്യാൻ നേരം നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന വോയിസ് നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. മറ്റേ അല്ലാതെ ഫുൾ ബുക്ക് എടുത്ത് നിങ്ങൾ റിവൈസ് ചെയ്യരുത്. കാരണം അതിൻ്റെ ഒരു വോയിസ് നോട്ട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയ്ക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റുന്ന രീതിയിൽ അത്രയും ക്ലിയർ ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ വോയിസ് നോട്ട് തന്നെ കേട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് അതും ഫെമിലിയർ ആവും. അല്ലാതെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ നോട്ട്സ് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് മാർക്ക് വെച്ചിട്ടില്ലേ, അപ്പോൾ ആ ക്വസ്റ്റൻസ് ഇത്രയും മാത്രം നോക്കിയാണ് റിവിഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ റിവിഷൻ കുറച്ചും കൂടെ സ്പീഡപ്പ് ആവും. അപ്പോൾ അല്ലാതെ നമുക്ക് ഫുൾ ബുക്ക് നോക്കി റിവൈസ് ചെയ്യുന്ന ഇന്നെങ്കിലും തീരത്തില്ല, എക്സാം ആയാലും തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് നോക്കി റിവൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഒരു 3-4 ചാപ്റ്റർ അങ്ങ് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റുന്നതും കൂടെ മനസ്സിലാവും. അപ്പോൾ എക്സാമിനും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എക്സാമിന് ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് റിവൈസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് നോക്കാനുള്ള സമയം കിട്ടും. കാരണം നിങ്ങൾക്ക് റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ മനസ്സിലായി. അപ്പോൾ റിവിഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈംസ് എങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. റിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫുള്ളിരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഈ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയല്ലോ, ആ ഷോർട്ട് നോട്ട്സ് പിന്നെയും ഒരു 3 വട്ടമെങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മെയിൻ എക്സാം എഴുതുന്നതിന് മുമ്പ് മാത്രമല്ല, നമ്മൾ അതിന് മുമ്പ് എന്തെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുമല്ലോ, ട്രയൽ ചെയ്ത്. അതായത് ഇപ്പോൾ 3 മണിക്കൂർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ എക്സാം എഴുതി നോക്കുമല്ലോ, ആ സമയത്തും നിങ്ങൾ അങ്ങനെ എക്സാം എഴുതുന്നതിന് മുമ്പും അറ്റ്ലീസ്റ്റ് 3 ടൈംസ് എങ്കിലും റിവിഷൻ ചെയ്തിട്ട് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ എക്സാം ഹോളിൽ പോയിരുന്ന് നമുക്ക് എക്സാം എഴുതാൻ നേരത്തെ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരുത്താമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം ഫുള്ള് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഫുള്ള് പഠിക്കാതെ പോയി എക്സാം എഴുതിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല എന്തൊക്കെ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താൻ പോകുന്നതെന്ന്. പറഞ്ഞായിരുന്നു, ഞാൻ CRFൽ പഠിച്ചിരുന്നപ്പോഴത്തേക്കും അവിടെ നമുക്ക് കറക്റ്റായിട്ട് 3 സെറ്റ് എക്സാം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അവിടെ കുറച്ചും കൂടെ നമ്മളൊരു CA എക്സാം എഴുതുന്ന അതേ രീതിയിൽ ഒരു എക്സാം ഹോളിൽ ഇരുത്തിയാണ് അവർ എക്സാം എഴുതിപ്പിക്കുന്നത്. അവർ ഇൻവിജിലേറ്റർ കാണും, കറക്റ്റായിട്ട് 3 മണിക്കൂർ കാണും, 15 മിനിറ്റ് കൂളിംഗ് ടൈം കാണും, എല്ലാം കറക്റ്റ് പ്രൊസീജിയേഴ്സാണ്. നിങ്ങൾക്ക് CRFൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇനി പോകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്കൊരു 3 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ച് കറക്റ്റായിട്ട് കൂളിംഗ് ടൈമും ഒക്കെ വെച്ച് എഴുതാൻ പറ്റും. കൂളിംഗ് ടൈം വെച്ച് തന്നെ എഴുതാം. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ഈ CAയുടെ എക്സാംസ് എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെയാണ് നിങ്ങൾ എഴുതാൻ നോക്കണം കേട്ടോ. എങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാൻ അവിടെ എഴുതിയിരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത് കണ്ടോ. ഇതിപ്പോൾ അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഞാൻ CRFന്ന് പഠിച്ചിരുന്നപ്പോൾ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. കറക്റ്റ് നമ്മുടെ CAയുടെ എക്സാംസിൻ്റെ ഫോമാറ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതൊരു 3 സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 സെറ്റ് ഞാൻ ഓഫ്ലൈനായിട്ടും 1 സെറ്റ് ഓൺലൈനായിട്ടാണ് എഴുതിയിരുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ തന്നെ വാല്യൂ ചെയ്യുക. ഇത് കണ്ടോ, ഇത് ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തേക്കുന്ന ആൻസർ പേപ്പറാണ് കണ്ടോ. ഇതിനകത്ത് നമുക്ക് ഫുള്ളായിട്ടിരുന്ന് എഴുതണം. അല്ലാതെ നമ്മൾ വീട്ടിൽ ചെയ്യുകയെന്ന് വെച്ചാൽ മടി കാണിക്കരുത്.
ഫുള്ളായിട്ട് ആൻസർ എഴുതണം. അല്ലെങ്കിൽ ആൻസറിന് കുറേ നേരം അത്രയും ഞാൻ കിടന്ന് എഴുതണ്ടേന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഓക്കെ അറിയാമല്ലോ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിരിക്കരുത്. ഫുൾ ഇരുന്ന് നമ്മൾ എഴുതി തന്നെ നോക്കണം. എങ്കിലും നമുക്ക് എക്സാം എഴുതുമ്പോൾ സ്പീഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, അൾട്ടിമേറ്റ്ലി എന്താ നിങ്ങൾ വിചാരിക്കേണ്ടത്, എക്സാം എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് കാര്യം. അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളതിന് എക്സാം ഹോളിൽ പ്രസക്തിയില്ല. എക്സാം ഹോളിൽ എക്സാം എങ്ങനെ എഴുതുന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതാനായിട്ടുള്ള സ്പീഡ് ഉണ്ടാക്കിയെടുക്കുക. മിക്കപ്പോഴും നമ്മുടെ CA എക്സാമിന് കിട്ടാത്തൊരു സംഭവമാണ് ടൈം. ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ആ ടൈം കളഞ്ഞ് കുറേ നേരം ആലോചിച്ച് എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആ ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പീഡ് കിട്ടണം. സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എക്സാം എഴുതി തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. കണ്ടോ, ഇത് ഞാൻ ഓരോ വട്ടം എഴുതിയേക്കുന്ന പേപ്പേഴ്സാണ്. അത് മാത്രം നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇത് എഴുതി കഴിഞ്ഞാൽ എടുത്ത് കളയരുത്. ഇത് എഴുതുമ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റേപ്പിൾ ചെയ്ത് കറക്റ്റായിട്ട് ഒരു ഓർഡറിൽ ചെയ്ത് വെക്കാം. നമുക്ക് എക്സാമിന് തലേദിവസം നോക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ടാക്സിൻ്റെ പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ ലോയുടെ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് എന്നിട്ട് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മിനിറ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പറയുന്ന 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ വീണ്ടും ചെക്ക് ചെയ്ത് അതിനകത്ത് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നാലും നമ്മൾ തെറ്റ് വരുത്തി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സ് മാത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്ക്ലെറ്റ് ആണിത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് വീണ്ടും റിവൈസ് ആവുക. അതിനകത്തുനിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആവുക ചെയ്യുന്നത്. 3 മിനിമം ചെയ്തിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ പിന്നെയും റിവൈസ് ചെയ്യുന്നത് പോലെയാണ്. അതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു പേപ്പറിനകത്തോട്ട് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ബാഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇത് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് എക്സാം ഹോളിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഈ 3 വട്ടമെങ്കിലും റിവൈസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് കറക്റ്റായിട്ട് അതിനകത്ത് നമ്മൾ തെറ്റ് വരുത്താൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇത്ര നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, ഫുള്ള് കോൺസെപ്റ്റ് മനസ്സിലാക്കി, RTP MTP എല്ലാം ചെയ്തു, അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചു, അതും എക്സാമിന് പോകുന്നതിന് തലേദിവസം നോക്കാൻ പറ്റി, അതേപോലെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു, അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ആ 3 മണിക്കൂർ നിങ്ങൾ എന്ത് ഔട്ട്പുട്ട് കൊടുക്കുന്നുള്ളതാണ് കാര്യം. ആ 3 മണിക്കൂർ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത്. ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എക്സാമുകളിലോട്ട് പോകുന്നതിന് മുമ്പൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഞാനിപ്പം CRF പോയിട്ട് അവിടുത്തെ എക്സാം പ്രാക്ടീസ് ഈ പറഞ്ഞ 3 വട്ടം അറ്റൻഡ് ചെയ്തു. അപ്പം അത് അറ്റൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു എക്സാമുകൾ ഇരിക്കുന്ന പോലെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ടെൻഷനും പേടിയൊക്കെ അങ്ങ് പോയി. കാരണം എക്സാം എഴുതി നമുക്ക് എക്സാമിൻ്റെ ലിമിറ്റ് ഉണ്ടല്ലോ, പക്ഷേ അവിടെ എക്സാമിന് ലിമിറ്റ് ഇല്ലായിരുന്നു. ഇത്രയും വട്ടം നമ്മൾ CAയുടെ എക്സാം എഴുതുന്ന പോലെ എഴുതുമ്പോഴത്തേക്കും CAയുടെ എക്സാം ഏതാ അവിടുത്തെ എക്സാം ഏതാന്ന് കൺഫ്യൂഷൻ ആവുന്നൊരു സ്റ്റേജ് വരുത്തുക. നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന അതേ ഒരു ഫ്ലോയിൽ പോയി നമ്മളങ്ങ് CAയുടെ എക്സാം എഴുതുക. അപ്പോൾ അതുപോലെ നിങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ CAയുടെ എക്സാമുകൾ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ടെൻഷൻ അങ്ങ് പോകും. കാരണം എത്രത്തോളം നമ്മുടെ എക്സാം എഴുതുന്നു അത്രത്തോളം നമുക്ക് ടെൻഷൻ പോകും. കാരണം ടൈം മാനേജ്മെന്റ് പഠിക്കും. ടൈം മാനേജ്മെന്റ് ഇല്ലാത്തപ്പോഴാണോ ടെൻഷനൊക്കെ വരുന്നത്. ടെൻഷൻ അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, എക്സാം ഹോളിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല. ആ ഒരു എക്സാമിന് കുറച്ചും കൂടെ ടഫ് ആക്കാനും കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ടൈം മാനേജ്മെന്റ് ഒക്കെ ഇല്ലാതാക്കാനും മാത്രമേ അത് സഹായിക്കത്തുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്ന് ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ആലോചിക്കുക, ഇതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും ഈ എക്സാം കുളവായെങ്കിൽ കുളവായില്ലെങ്കിൽ കുളവായില്ല. അത് നിങ്ങൾക്ക് അറിയാം. ടെൻഷൻ അടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ ഒരു എക്സാമിൻ്റെ അവസ്ഥയിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. എന്തായാലും എക്സാം തുടങ്ങി കഴിഞ്ഞു, ഇപ്പം തന്നെ തീരുകയും ചെയ്യും, സമയവും ഇല്ല. അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അറിയാവുന്ന എഴുതി വെച്ചിട്ട് വരിക എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ എക്സാം എഴുതുക. ഇത്രയും നിങ്ങൾ കാണിച്ച എല്ലാ എഫേർട്ടും 0 ആയി പോകും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ. ഞാനെൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഒരുപാട് സിറ്റുവേഷൻസിൽ എക്സാമുകളിൽ വെച്ചിട്ട് ബ്ലാങ്ക് ആയി പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ അങ്ങനെ ബ്ലാങ്ക് ആയി പോയ സമയം ഉണ്ടായിട്ടും എനിക്ക് അവിടുന്ന് വീണ്ടും റിക്കവറായി വരാൻ പറ്റിയ, ആ എക്സാം പാസ് ആവാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ആ ടെൻഷനെ ഞാൻ ഓവർകം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു എക്സാം ടിപ്സ് എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്ത് സക്സസ് ആയ ടിപ്സുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇത്രയും വട്ടത്തെ ഫെയിലിയറിൽ എനിക്ക് ഉണ്ടായിരിക്കുന്ന മിസ്റ്റേക്സ് എല്ലാം ഞാൻ മാറ്റിയെടുത്തത് ഈ പറഞ്ഞ ഓരോ ടിപ്സുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ പിന്നെ തിരിച്ച് വരണം. നിങ്ങളുടെ എക്സാം എഴുതി നിങ്ങൾ പാസ്സായതിനു ശേഷം നിങ്ങൾ തിരിച്ച് വന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ടിപ്സിനോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും താഴെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഈ വീഡിയോ കാണുന്ന CA പഠിക്കുന്ന ബാക്കി കുട്ടികൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങൾ താഴെ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ നേരത്തെ പറഞ്ഞ താഴെ കമൻറ്റും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.